കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ കോൺഗ്രസ് മുന്നോട്ട് വെച്ച ഒരു പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായിരുന്നു കേരള തമിഴ്നാട് പോണ്ടിച്ചേരി. കേരളത്തിൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ സ്ത്രീകൾക്ക് സൗജന്യമായി യാത്ര ചെയ്യാൻ പ്രിയദർശിനി ഒരു പദ്ധതി, അതായത് സ്ത്രീകൾക്ക് സൗജന്യ യാത്ര KSRTC ബസ്സുകളിൽ കൊണ്ടുവരുമെന്ന് കോൺഗ്രസ് പറഞ്ഞൊരു കാര്യമാണ്. അങ്ങനെ കോൺഗ്രസ് വിജയിച്ചു. അങ്ങനെ അവർ പ്രിയദർശിനി പദ്ധതി എന്ന് പേരിട്ടുകൊണ്ട് കേരളത്തിലെ KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അവർ നൽകി. ഇന്നലെ അത് ഒരു മാസം തികഞ്ഞു. പക്ഷേ അതിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരം വലിയ രീതിയിലുള്ള ഒരു നഷ്ടത്തിലേക്കാണ് KSRTC പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്നാണ് സൂചന. അതായത് ഇന്നലെ ഒരു മാസം പിന്നിട്ട ആ പ്രിയദർശിനി പദ്ധതി പിന്നിട്ടപ്പോൾ ജീവനക്കാർക്ക് നൽകാൻ ഇൻസെന്റീവ് ബാറ്റയും ഡ്യൂട്ടി സറണ്ടർ പോലും നൽകാനുള്ള പണം KSRTCക്ക് ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി മാറുന്നത്. സാധാരണഗതിയിൽ ഡ്യൂട്ടി കഴിഞ്ഞാൽ ഉടൻ നൽകിയിരുന്നതാണ് ഈ പണം. ഇപ്പോൾ ജീവനക്കാർക്ക് കൊടുക്കാൻ ഒരു പണവുമില്ല. അത് ആണ് ഇപ്പോൾ മുടങ്ങി വലിയൊരു വിഷയമായി, ഒരു പ്രതിഷേധമായി മാറിയിരിക്കുന്നത്. ഇൻസെന്റീവ് ബാറ്റയും ഡ്യൂട്ടി സറണ്ടറും നൽകാൻ 25 ലക്ഷത്തോളം KSRTCക്ക് വേണ്ടിവരും. സ്ത്രീകളുടെ സൗജന്യയാത്ര നടപ്പിലാക്കിയതോടെ വരവിൽ വൻതോതിൽ കുറവ് വന്നിട്ടുണ്ട്. ദിവസവേതനക്കാരുടെ ശമ്പളമെല്ലാം മുടങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങളെത്തി. സാധാരണഗതിയിൽ എങ്ങനെയെങ്കിലുമൊക്കെ KSRTC ജീവനക്കാർക്കും ദിവസവേതനത്തിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർക്കൊക്കെ KSRTC പകുതിയായിട്ടാണെങ്കിലും ശമ്പളം കൊടുക്കുമായിരുന്നുവെങ്കിലും ഇപ്പോൾ പകുതി പോലും കൊടുക്കാനുള്ള പണം KSRTCക്ക് ഇല്ല എന്നതിന്റെ സൂചനയാണ് ജീവനക്കാർക്ക് എല്ലാ ദിവസവും കിട്ടിക്കൊണ്ടിരുന്ന ആ അലവൻസ് പോലും, ഇൻസെന്റീവ് ബാറ്റ പോലും മുടങ്ങുന്ന ഒരു സാഹചര്യമുണ്ടായത്. ദിനം പ്രതി ശരാശരി 7.5 കോടി രൂപ വരുമാനം ഉണ്ടായിരുന്നിടത്ത് ഇപ്പോൾ ശരാശരി 3.5 കോടിയാണ് വരവ്. ഇതോടെ ഇന്ധനം വാങ്ങിക്കുന്നതിന് പോലും പണമില്ലാതായി. സൗജന്യ യാത്ര നടപ്പിലാക്കിയതോടെ ദിനം പ്രതി 35 ലക്ഷം പേർ KSRTCയിൽ യാത്ര ചെയ്യുന്നുണ്ട്. മുമ്പിൽ 22 ലക്ഷം യാത്രക്കാരായിരുന്നു. സൗജന്യ യാത്ര നടത്തിയവരുടെ തുക KSRTC ഇന്ന് ധനവകുപ്പിന് നൽകും. കണക്കുകൾ പുറത്തുവിടരുതെന്ന് മുഖ്യമന്ത്രി കർശനമായ ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സൗജന്യമായി നൽകിയ ടിക്കറ്റ് നിരക്കിന്റെ തുക കൺസോർഷ്യം മുഖേന നൽകുമെന്നാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത്. ബാങ്ക് നൽകുന്ന പണത്തിന് പലിശ നൽകേണ്ടി വരുന്നത് KSRTC ആയതിനാൽ ഭാവിയിൽ കനത്ത സാമ്പത്തിക ബാധ്യതയ്ക്ക് ഇത് വലിയൊരു തിരിച്ചടിയായി KSRTCക്ക് തന്നെ മാറും. KSRTC ബസ്സുകളിൽ പരസ്യം നൽകി വരുമാനം വർദ്ധിപ്പിക്കുമെന്നാണ് ഗതാഗത മന്ത്രി CP ജോൺ പറയുന്നത്. എന്നാൽ പരസ്യ കമ്പനികൾ വിമുഖത പ്രകടിപ്പിക്കുന്നുണ്ട്. പരസ്യം പതിച്ചാൽ 1-2 ദിവസം മാത്രമേ അത് ഉണ്ടാകുകയുള്ളൂ. പലപ്പോഴും പരസ്യങ്ങൾ നശിപ്പിച്ച നിലയിലായിരിക്കും KSRTC ബസ്സുകളിൽ കാണാൻ സാധിക്കുക. പണ്ടും അങ്ങനെ തന്നെയാണ്. കാരണം പണ്ടൊക്കെ ഈ KSRTCയുടെ മാർക്കറ്റിംഗ് ടീമുകൾ വ്യാപകമായി തന്നെ ഒരു അഴിമതിയൊക്കെ കാണിച്ച സംഭവങ്ങൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. കൂടാതെ പരസ്യ കമ്പനികൾ ലക്ഷങ്ങൾ മുടക്കിയായിരിക്കും KSRTC ബസ്സുകളടക്കം ദീർഘദൂര സർവീസുകളടക്കം പരസ്യം പതിക്കുന്നത്. പക്ഷേ ഇന്ന് പതിച്ചാൽ നാളെ ഒരു ഉച്ചയ്ക്ക് ആകുമ്പോൾ തന്നെ ആ പകുതി പോർഷൻ മാത്രമേ പരസ്യം ഉണ്ടാവുകയുള്ളൂ. ബാക്കി ഒന്നും തന്നെ ഉണ്ടാവില്ല. ആരെങ്കിലുമൊക്കെ കീറിക്കളയും, അല്ലെങ്കിൽ എന്തെങ്കിലും അതിനകത്തൊരു അഴുക്ക് വിരളയോ അല്ലെങ്കിൽ അത് ചീത്താവുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ പരസ്യ കമ്പനികൾക്ക് തന്നെ അവർക്ക് വലിയൊരു നഷ്ടമാണ്. കാരണം മുടക്കിയ ഒരു ലാഭം പരസ്യ കമ്പനികൾക്ക് ലഭിക്കുന്നില്ല. അതിനാൽ മന്ത്രിയുടെ പരസ്യം പതിക്കൽ പദ്ധതി പരാജയപ്പെടാനാണ് കൂടുതൽ സാധ്യത. കാരണം ഇങ്ങനെ കൊടുക്കുന്നതിനെക്കാട്ടി KSRTC ബസ്സുകളിൽ പരസ്യം നൽകുന്നതിനെക്കാട്ടി നല്ലത് ഈ പരസ്യ കമ്പനികൾ ഏതെങ്കിലും സാറ്റലൈറ്റ് ചാനലോ അല്ലെങ്കിൽ തിയേറ്ററുകളിലോ അല്ലെങ്കിൽ ഓൺലൈനിലോ ഒക്കെ പരസ്യം നൽകുമ്പോൾ അവർക്ക് കൂടുതൽ ലാഭകരമാകുമെന്നാണ് ഈ പരസ്യം നൽകുന്ന കമ്പനികൾ തന്നെ പറഞ്ഞത്.